السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه برضا الله أما بعد. പ്രിയമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രവർത്തനമാണ് 5 വക്ത് നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കുന്നതിനോടുകൂടി അള്ളാഹുലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായി സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ സുന്നത്തുകളെ വർദ്ധിപ്പിക്കേണ്ട രീതികളും സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെ അതിന്റെ മഹത്വവും പ്രതിഫലവും ചുരുങ്ങിയ രീതിയിൽ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് ശേഷമുള്ള മുമ്പും പിമ്പുമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ, ഈ റവാത്തിബ് സുന്നത്തുകളെ അല്ലാഹു തആല നിശ്ചയിക്കാനുള്ള കാരണം നമ്മളുടെ ഫർള് നമസ്കാരങ്ങളിൽ വരുന്ന അപാകതകൾ, പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണ രീതിയിൽ 2 സുന്നത്തുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്: നഫ്ലുൽ മുത്ലഖ്, നഫ്ലുൽ മുഖയ്യിദ്. നഫ്ലുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ സാധാരണ കൃത്യമായ സമയം നിർണയിക്കാതെ, കൃത്യമായ റക്അത്തുകളുടെ എണ്ണം കണക്കാക്കാതെ എപ്പോഴും അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ പറ്റുന്ന നമസ്കാരമാണ് നഫ്ലുൽ മുത്ലഖ് എന്ന് പറയുന്നത്. എന്നാൽ നഫ്ലുൽ മുഖയ്യിദ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയം അല്ലെങ്കിൽ കാലം അല്ലെങ്കിൽ ടൈം, റക്അത്തുകൾ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ നിസ്കാരങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നഫ്ലുൽ മുഖയ്യിദ്. നഫ്ലുൽ മുഖയ്യിദില് ജമാഅത്ത് സുന്നത്തുള്ള നമസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരങ്ങളുമുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ പെട്ടതാണ് 2 പെരുന്നാൾ നിസ്കാരം, അതുപോലെ ഗ്രഹണ നമസ്കാരം, തറാവീഹ് നമസ്കാരം, അതുപോലെ മറ്റുള്ള നമസ്കാരങ്ങളും. എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരമാണ് ഫർളിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, അതുപോലെ നന്മകൾ ചെയ്യുമ്പോഴുള്ള ഇസ്തിറാഹത്തിന്റെ നമസ്കാരം, അതുപോലെ മഗ്രിബ് ഇശാഇന് ഇടയിലുള്ള അവ്വാബിൽ നമസ്കാരം, മറ്റൊന്ന് ഇശാ നമസ്കരിച്ചതിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റുള്ള തഹജ്ജുദ് നമസ്കാരം, അതുപോലെ നന്മകൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇഹ്റാം ചെയ്യുമ്പോൾ യാത്രകൾക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങൾ, നിക്കാഹിന് വേണ്ടി, ഉദ്ഹിയ്യത്തിന് വേണ്ടി, ഇങ്ങനെ ഇബാദത്തുകളിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതെല്ലാം ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരങ്ങളിൽ പെട്ടതാണ്. ഒരു സത്യവിശ്വാസിക്ക് ഫർള് നമസ്കരിക്കുന്നതിലൂടെ ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ ആ മനുഷ്യന് സാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കും. കൂടുതൽ സുന്നത്തുകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മാർത്ഥതകൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുള്ള അമ്പിയാക്കൾ മുഴുവനും അള്ളാഹുവിനോട് അടുത്തത് അവർ സുജൂദിലായിക്കൊണ്ടാണ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ്, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്തതുകൊണ്ടാണ് കൃത്യമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ അവർക്കൊക്കെ സാധിച്ചത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു: ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണ് ആത്മാർത്ഥമായി അടുത്തു കഴിഞ്ഞാൽ, തഖറബതു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു മുഴം അങ്ങോട്ട് അടുക്കുന്നതാണ്. വ ഇദാ തഖറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴമാണ് എന്നിലേക്ക് എന്റെ അടിമ അടുത്തതെങ്കിൽ, തഖറബതു മിൻഹു ബാഅൻ, ഞാൻ അവനിലേക്ക് അതിന്റെ ഇരട്ടിയായി കൊണ്ട് ഒരു കയ്യോളം ഞാൻ അവനിലേക്ക് അടുക്കുന്നതാണ്. വ ഇദാ അതാനി യംശി, അവൻ എന്നിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ, അതൈതുഹു ഹർവില, ഞാൻ അവനിലേക്ക് ഓടി അടുക്കുന്നതാണ്. ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്തുകളെ കൊണ്ടും മറ്റ് സൽപ്രവർത്തനങ്ങളെ കൊണ്ടും ഒരടിമ അള്ളാഹുലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അതിനേക്കാൾ സ്പീഡിൽ അള്ളാഹു തആല ആ അടിമയിലേക്ക് തിരിച്ച് അടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെ അള്ളാഹു തആല ഒരുപാട് കഴിവുകൾ കൊടുക്കാനുള്ള കാരണം അവർ അള്ളാഹുവിനോട് അത്രയും ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ്.
അങ്ങനെ അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ അടുക്കലിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. വഇദാ അഹ്ബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ സഹായത്തോടുകൂടി നമുക്ക് അനിയന്ത്രിതമായ കേൾവി ലഭിക്കുന്നതാണ്. വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി. അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് നമുക്ക് പ്രത്യേകമായ ഒരു കാഴ്ച ലഭിക്കുന്നതാണ്. വയദുഹു അല്ലദീ യബ്തിശു ബിഹാ. അല്ലാഹു തആല നമ്മുടെ കരങ്ങൾക്ക് പ്രത്യേക ശക്തികൾ നൽകുന്നതാണ്. അഥവാ അല്ലാഹു തആലയുടെ കഴിവോടുകൂടി നമുക്ക് മറ്റുള്ള മാർഗങ്ങളിൽ സഹായം ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സാരിയ അൽ ജബൽ, സാരിയ പർവ്വതത്തിന്റെ പിന്നിലേക്ക് നോക്കണം, അതിലൂടെ ശത്രുക്കൾ കടന്നു വരുന്നു എന്ന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞുവെങ്കിൽ ആ കാഴ്ച കാണാൻ ലഭിക്കുന്നത് ഈ അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മുടെ ഉലമാക്കളിലും ഒരുപാട് ചരിത്രം നമുക്കറിയാം. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുള്ള കാലഘട്ടത്തിൽ മമ്പുറം തങ്ങൾ ഒരുത്തനെ വിളിച്ചുകൊണ്ട് തെങ്ങിന്റെ മുകളിൽ കയറിക്കൊണ്ട് ചൂട്ട് കത്തിക്കാൻ പറഞ്ഞു. അതിന്റെ പൊരുള് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. കടലിൽ അകപ്പെട്ട ഒരു കച്ചവട സംഘം, ആ കച്ചവട സംഘം തിരയറിയാതെ അലയുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ തെങ്ങിന്റെ മുകളിൽ കയറി ചൂട്ട് കത്തിക്കാൻ പറഞ്ഞത്. അവർക്ക് എങ്ങനെയാണ് ആ കേൾവി ലഭിച്ചത്? അത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെയുള്ള ഒരു കഴിവാണ് അവർക്ക് ലഭിച്ചത്. ആ ഒരു കേൾവിയാണ് അവർക്ക് ലഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം നിമിഷങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരുപാട് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നിമിഷങ്ങളെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിലൂടെ ലഭിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിയിലൂടെയാണ്. ഇതൊക്കെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്നതിലൂടെ ലഭിച്ച കഴിവുകളാണെന്ന് നമുക്ക് ചരിത്ര പാഠങ്ങളിലൂടെ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് അള്ളാഹുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ അടിമകളായ നമുക്ക് സാധിക്കണം. സാധാരണ രീതിയിൽ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള നമസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. ആ റക്അത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണയായി ഒരു റക്അത്തിൽ 2 സൂറത്ത് ഓതിയിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ തന്നെ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, അതുപോലെ 2ാം റക്അത്തിൽ അലം തറ, അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകൾ ഒരൊറ്റ റക്അത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ഓതിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊക്കെ പ്രത്യേകം ഖൈറും ബർക്കത്തുകളൊക്കെ ലഭിക്കുന്നതായിട്ടും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നമസ്കാരമായിരുന്നു. അത് അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ ഒരു നമസ്കാരമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നിർബന്ധമാക്കി കൊടുത്തു. നബിയുടെ ഉമ്മത്തിന് അത് സുന്നത്തുമായി നിശ്ചയിക്കുകയാണ് ചെയ്തത്. ആ നമസ്കാരങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തുള്ള നമസ്കാരം തന്റെ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണെന്ന് പരിശുദ്ധ ഹദീസുകൾ സൂചിപ്പിക്കുന്നു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആരും അറിയാതെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് നിസ്കരിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ദഅബുസ് സ്വാലിഹീൻ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വാലിഹീങ്ങളുടെ ഒരു ചിട്ടയായ ഒരു നമസ്കാരമാണ്. അവരൊക്കെ ജീവിതത്തിൽ തുടർച്ചയായി കൊണ്ടു നടന്ന ഒരു പവിത്രമായ നമസ്കാരം കൂടിയാണ് തഹജ്ജുദ് നമസ്കാരം. ഈ നമസ്കാരം നമ്മൾ കൃത്യമായി ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ 5 ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, സ്വാലിഹീങ്ങളോട് അടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. മറ്റൊന്ന് പരിചയപ്പെടുത്തുന്നു തെറ്റിനോടുള്ള വിമുക്തത, തെറ്റിനോട് നമുക്ക് വെറുപ്പ് തോന്നുക. മറ്റൊന്ന്, ചെറുദോഷങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കുന്നതാണ്. മറ്റൊന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കാനും ഇത് കാരണമാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുന്നത്ത് നമസ്കാരങ്ങളെ ഹയാത്താക്കി നമസ്കരിച്ചിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗത്തിൽ കിടക്കുന്ന സന്ദർഭമാണ്. പ്രയാസപ്പെട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുകയാണ്. നിന്ന് നമസ്കരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ സുജൂദിലേക്ക് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത് കാരണം വീട്ടിന്റെ മുകളിൽ ഒരു കയർ കെട്ടി താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രയാസമാവുമ്പോൾ ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമിലേക്ക് വരാറുള്ളത്. വീണ്ടും സുജൂദിലേക്ക് പോകും, വീണ്ടും കയർ പിടിച്ചുകൊണ്ട് ഖിയാമിലേക്ക് വീണ്ടും വരും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നമസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുന്നത്? അങ്ങനെ പ്രവാചകനാണ്, നാളെ സ്വർഗത്തിന്റെ താക്കോൽ കൊണ്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്, സ്വർഗത്തിന്റെ രാജകുമാരനാണ്, എന്തിനാണ് പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫലാ അബ്ദൻ ശകൂറാ, ആയിഷ, അല്ലാഹു എനിക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, നാളെ സ്വർഗത്തിന്റെ അവകാശിയായി മുന്നിൽ നിൽക്കാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകിയിട്ട് ആ റബ്ബിന് നന്മകൾ തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കണ്ടയോ ആയിഷ? ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്. സുന്നത്ത് നമസ്കാരങ്ങളെ അത്രയും മഹത്വത്തോടെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, തങ്ങളെ, എനിക്ക് സുബഹി സമയത്ത് എഴുന്നേൽക്കണമുണ്ട്, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ പ്രയാസമാണ്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, കയ്യദതുക ദുനൂബക, നിന്നെ എഴുന്നേൽപ്പിക്കാതിരിക്കാനുള്ള കാരണം നിന്റെ പാപങ്ങളാണ്. പകൽ സമയങ്ങളിൽ പാപങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തഹജ്ജുദിന് അത് ഭംഗം വരുത്തും, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ മടിയുണ്ടാവും. അതുകൊണ്ട് തെറ്റുകളെ ചുരുക്കിയാൽ തഹജ്ജുദിനെ നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല ചോദിക്കുമത്രേ, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, കിടപ്പറകളെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവരെവിടെ എന്ന് റബ്ബ് വിളിച്ചു പറയുമത്രേ. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് ഒരുപാട് നേട്ടം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാൻ സാധിക്കും. അവരുടെ മുഖം വലിയ പ്രകാശമുള്ളതായിരിക്കും, ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാവും, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശുദ്ധിയും പ്രസന്നതയും കാണാൻ സാധിക്കുന്നതാണ്. തഹജ്ജുദ് നമസ്കാരത്തെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട മറ്റൊരു നമസ്കാരം കൂടിയാണ് ദുഹാ നമസ്കാരം എന്ന് പറയുന്നത്. ഈ ദുഹാ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പലപ്പോഴും കൽപ്പിക്കുമായിരുന്നു. ദുഹാ നമസ്കാരത്തിനെ കുറിച്ചും അതിന്റെ സമയത്തിന്റെ പവിത്രതയെക്കുറിച്ചും അല്ലാഹു തആല സത്യം ചെയ്ത് ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വല്ലുഹാ വല്ലൈലി ഇദാ സജ, വല്ലുഹാ എന്ന് പറയുന്ന ആ ഒരു ടൈമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലിഅന്നഹാ സഅത്തുല്ലതി കല്ലമല്ലാഹു മൂസ, ആ ഒരു സമയം എന്ന് പറയുന്നത് ദുഹയുടെ സമയത്താണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച ആ ഒരു സമയം. ആ ഒരു ടൈമിന് വളരെ പ്രത്യേകതയുണ്ട് എന്ന് സൂചിപ്പിക്കാറുണ്ട്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഫിറഔന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന 40,000 വരുന്ന സാഹിരീങ്ങൾ അഥവാ സിഹർ ചെയ്യുന്ന ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഒരു സമയം ഈ ദുഹാ സമയമാണ് എന്ന് ചരിത്രങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയത്തിന് ഒരുപാട് ബർക്കത്തും പവിത്രതകളുമുണ്ട്. ദുഹാ നമസ്കാരത്തിന്റെ സമയം ഇലർതഫഅതി ശംസു ഖദറ റുംഹിൻ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം ആ സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിർ നീങ്ങിയത് മുതലാണ് അതിന്റെ ടൈം ആരംഭിക്കുന്നത്. അഥവാ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹയുടെ സമയം ആരംഭിക്കുന്നതാണ്. ദുഹറിന്റെ അല്പം മുമ്പ്, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് വരെ അതിന്റെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ്. ദുഹാ നമസ്കാരത്തിന്റെ പവിത്രത പറയുന്ന ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു, നിങ്ങൾ സുബഹി ജമാഅത്തായിട്ട് നമസ്കരിക്കുകയും സൂര്യൻ ഉദിക്കുന്നത് വരെ പരിശുദ്ധ ഖുർആനിലും ദിക്റിലുമായി നിങ്ങൾ സമയം ചെലവഴിക്കുകയും അതിനുശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നതിന് ശേഷം 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുക, അല്ലെങ്കിൽ ഇശ്റാഖ് നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത പരിപൂർണ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. വൈകല്യങ്ങളില്ലാതെ പരിപൂർണമായ ശക്തിയോടുകൂടി എല്ലാവിധ അവയവങ്ങളും പരിപൂർണമായി അല്ലാഹു തആല നമുക്ക് നൽകി. ഇത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിയമത്താണ്. ഈ ആരോഗ്യത്തിന്, ഈ ഒരു സൃഷ്ടിപ്പിന് അല്ലാഹു തആലാക്ക് ഓരോ ദിവസവും നമ്മൾ സ്വതക്കകൾ നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബികളോട് പറയുന്നു, ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് സ്വതക്കകൾ നൽകണം. അഥവാ നിങ്ങളുടെ ശരീരത്തിൽ 360 കണുപ്പുകളുണ്ട്. ആ 60 കണുപ്പുകൾക്കും നിങ്ങൾ ഓരോ ദിവസവും
ദിവസവും സ്വതക്ക ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബികൾ പറയുന്നു, പ്രവാചകരെ, എല്ലാ ദിവസവും സ്വതക്ക ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്, അത്രയും സമ്പത്ത് ഞങ്ങളുടെ കൈകളിലില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നാൽ അതിനോട് കടപിടിക്കുന്ന, അതിനോട് സമാനമായ മറ്റൊരു പ്രവർത്തനമാണ് ദുഹാ നമസ്കാരം. നിങ്ങൾ ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വതക്കകൾ വീട്ടേണ്ട ബാധ്യത നിങ്ങളിൽ നിന്ന് ഒഴിവാവും. ഒരു ദുഹാ 2 റക്അത്ത് നമസ്കരിക്കുന്നതിലൂടെ പ്രതിഫലം കരസ്ഥമാക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്വം വീട്ടാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ. ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ 360 കണുപ്പുകൾക്ക് നിങ്ങൾ സദഖ നൽകേണ്ടതുണ്ട്. വകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹുകളും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ ഹംദുകളും സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ തഹ്ലീലുകളും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ തക്ബീറുകളും സദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കലും സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, തിന്മ കൊണ്ട് വിരോധിക്കലും സദഖയാണ്. വയുജ്സിഉ മിൻ ദാലിക റകഅതാൻ, ഇത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന, ഇതിനെല്ലാം മതിയാക്കുന്ന ഒരൊറ്റ പ്രവർത്തനമാണ് റകഅതാൻ, 2 റകഅത്ത് നമസ്കാരം. യർകഉഹുമാ മിനൽ ദുഹാ, നിങ്ങൾ അതിനെ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലെ മറ്റൊരു സുന്നത്ത് നമസ്കാരമാണ് വിത്ർ നമസ്കാരം. വിത്റിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളിൽ പറയുന്നു, അൽ വിത്റു ഹഖ്വൻ, വിത്ർ എന്ന് പറയുന്നത് ഒരു അടിമയുടെ ബാധ്യതയാണ്. അത് നമ്മുടെ റബ്ബിന് നമ്മൾ വീട്ടി കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഇജ്അലു ആഖിരി സ്വലാത്തികും ബില്ലൈലി വിത്ര, നിങ്ങളുടെ രാത്രിയിലെ അവസാനത്തെ നമസ്കാരം വിത്റാക്കണമെന്ന് അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മാതൃകയായി അതുപോലെ നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. വിത്ർ നമസ്കാരം നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ, നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന സാമ്പത്തികമായ നിഅമത്തുകളെക്കാൾ പവിത്രതയുള്ളതാണ് വിത്ർ നമസ്കാരം. ഇന്നല്ലാഹ അമദ്ദകും ബിസ്വലാത്തിൻ ഹിയ ഖൈറുൻ ലക്കും ഹുമറുൻ നിഅം, ചുവന്ന ഒട്ടകങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ വിത്ർ നമസ്കാരമാണ്. ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് അറബികളുടെ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. വലിയ ധനാഢ്യരായ ആളുകളുടെ കൈകളിൽ ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒട്ടകം കൈവശമുള്ള ആളുകളെക്കാൾ മഹത്വമുള്ളവർ നിങ്ങളിൽ വിത്ർ അനുഷ്ഠിക്കുന്നവരാണ്, വിത്ർ നിർവഹിക്കുന്നവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെടുകയാണ്. വിത്ർ ഒരു സുന്നത്ത് നമസ്കാരമാണെങ്കിലും പോലും അതിനെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. മൻ തറക്കൽ വിത്ര അംദൻ ഫഹുവ റജുലുൻ സൂഅ്, ഒരു മനുഷ്യൻ മനഃപൂർവ്വം വിത്റിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ റജുലുൻ സൂഅ്, അവൻ ഒരു മോശപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹം ചീത്തയായ മനുഷ്യനാണ്. ലാ യംബഇ അൻ തുഖ്ബല ലഹു ഷഹാദ, അവന്റെ സാക്ഷിയെ സ്വീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വരെ ഹദീസുകൾ വിശദീകരിക്കുകയാണ്. വിത്ർ നമസ്കരിക്കണം. വിത്ർ നമസ്കരിക്കുന്ന ആളുകൾക്ക് അതിന്റെ മഹത്വമുണ്ട്, അവർക്കതിന്റെ സ്ഥാനമുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് നമസ്കാരങ്ങൾ, അത് ജമാഅത്ത് സുന്നത്തുള്ളതും സുന്നത്തില്ലാത്തതുമായ നമസ്കാരങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. പക്ഷേ ആ സുന്നത്തുകൾ പൂർണ്ണമായി ഉമ്മത്തുകൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അഥവാ പരിചയപ്പെടുത്തിയാൽ ആ ഉമ്മത്തിന് അത് നിർബന്ധമാവുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. തറാവീഹ് നമസ്കാരം നിശ്ചയിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ, ആ തുടക്ക കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയും സ്വഹാബികളോട് അതിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആരെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിപൂർണമായ തൃപ്തിയിലായിക്കൊണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തറാവീഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ചെറുദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികൾ ഇങ്ങനെ വീടുകളിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആളുകൾ കൂടാൻ തുടങ്ങി. 2-ാമത്തെ ദിവസം റസൂൽ വന്നപ്പോൾ ആളുകൾ വീണ്ടും കൂടി. 3-ാമത്തെ ദിവസം കടന്നു വന്നപ്പോൾ പള്ളികൾ നിറച്ചും ആളുകൾ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വന്നിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാമത്തെ ദിവസം ജമാഅത്തിന് പള്ളിയിലേക്ക് പോയില്ല. ആ പള്ളിയിലേക്ക് പോകാത്ത കാരണം അന്വേഷിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും നിങ്ങൾ അതിനെ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി അതിനെ കൊണ്ടു നടക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നാളെ റബ്ബ് അത് ഫർളാക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അത് ഫർളാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് അത് താങ്ങാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു പക്ഷേ താങ്ങിയേക്കാം, പക്ഷേ വരും തലമുറയിലുള്ള എൻ്റെ ഉമ്മത്തിന് ഇത് ഫർളായി കഴിഞ്ഞാൽ അതവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ജമാഅത്തിന് പങ്കെടുക്കാത്തതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ സുന്നത്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. നിത്യജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ്. 1 തഹജ്ജുദ്, 2 ദുഹ,
3 ഇശാ മഗ്‌രിബിനിടയിലുള്ള 2 റക്അത്ത് അവ്വാബീൻ നമസ്കാരം, മറ്റൊന്ന് വിത്ർ നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പകർത്തുക. നമ്മുടെ മുൻഗാമികളൊക്കെ കൂടുതൽ വിജയിക്കാനുള്ള കാരണം സുന്നത്തുകൾ ഒരുപാട് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ള ഉയർച്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സുകൾ, പ്രയാസങ്ങൾ, എല്ലാ ദുരിതങ്ങൾ, രോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.